ബോസ് സീസൺ 7നായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. സീസണിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നത് മുതൽ ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് ആരാധകർ. ഇത്തവണ തീപ്പാറും പോരാട്ടത്തിനായിരിക്കും ഹൗസ് വേദിയാവുകയെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. അങ്ങനെ തീപ്പാറണമെങ്കിൽ അത്തരത്തിലുള്ള മത്സരാർത്ഥികളും എത്തണ്ടേ? തീർച്ചയായും വേണം. അങ്ങനെയെങ്കിൽ ആരൊക്കെയായിരിക്കാം ഇത്തവണത്തെ ഷോയിൽ മാറ്റുരയ്ക്കുക? നിരവധി പേരുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴിതാ 90% സാധ്യതയുള്ള 7 പേരുകൾ ചില യൂട്യൂബ് ബ്ലോഗർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. വിവാദ താരമായ രേണുസുതി. ബിഗ് ബോസിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് രേണുസുതി. രേണുവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ എന്ന അഭ്യൂഹങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. അതേസമയം ഷോയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും തന്നെ ഇതുവരെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ലെന്ന് രേണു വ്യക്തമാക്കിയത്. നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോളാണ് മറ്റൊരു താരം. ബിഗ് ബോസ് പുതിയ സീസൺ പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴും അനുവിൻ്റെ പേര് ചർച്ചകളിൽ ഇടം പിടിക്കാറുണ്ടെങ്കിലും ഇത്തവണ അനു തീർച്ചയായും സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില യൂട്യൂബേഴ്സ് പ്രവചിക്കുന്നത്. നടൻ ആദിത്യൻ ജയൻ്റെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സീരിയൽ താരമായ ആദിത്യൻ്റെ പേര് മുൻപ് നിരവധി വിവാദങ്ങളിൽ ചർച്ചയായതാണ്. നടി അമ്പിളി ദേവിയുമായുള്ള വിവാഹം, വേർപിരിയൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ട്രാൻസ് വ്യക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവരുമായ വ്യക്തികൾക്കും ബിഗ് ബോസ് അവസരം നൽകാറുണ്ട്. ഇത്തവണയും ട്രാൻസ് വ്യക്തി ഷോയിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലെ നടിയായ അമയ പ്രസാദിൻ്റെ പേരാണ് ചർച്ചയാവുന്നത്. അവതാരികയായ ശാരികയും ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകുമെന്ന് പ്രവചനമുണ്ട്. ശാരികയുടെ അഭിമുഖങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അടുത്തിടെ രേണുസുതിയുമായി ശാരിക നടത്തിയ അഭിമുഖം ചർച്ചയായിരുന്നു. അതിഥിയെ ബഹുമാനിക്കാതെ തൻ്റെ വാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അവതാരക എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഇതോടെ ശാരികയ്ക്ക് നേരെ ഉയർന്നിരുന്നു. ഒരിക്കൽ മൈത്രേയനുമായി ശാരിക നടത്തിയ അഭിമുഖവും വൈറലായിരുന്നു. നടൻ അപ്പാനി ശരത് ഈ സീസണിൽ ഉണ്ടാകുമെന്ന് പ്രവചനമുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്പാനി ശരത് സിനിമയിലെത്തിയത്. പിന്നീട് മലയാളത്തിലും തമിഴിലും നിരവധി അവസരങ്ങൾ നടന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളിലും ബിഗ് ബോസ് കോമണർ മത്സരാർത്ഥികളെ അവതരിപ്പിച്ചിരുന്നു. സീസൺ 5-ലായിരുന്നു ആദ്യ കോമണർ എത്തിയത്, ഗോപിക എന്ന പെൺകുട്ടി മത്സരിച്ചത്. എന്നാൽ വൈകാതെ തന്നെ ഗോപിക ഷോയിൽ നിന്ന് പുറത്തായിരുന്നു. അതേസമയം സീസൺ 6-ലെത്തിയ രസ്മിൻ ഭായ് 75 ദിവസത്തോളമാണ് ഷോയിൽ നിന്നത്. തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനം നടത്തി കയ്യടി വാങ്ങാൻ താരത്തിന് സാധിച്ചിരുന്നു. അതേസമയം ഇത്തവണത്തെ കോമണർ മത്സരാർത്ഥിയായി സോഷ്യൽ മീഡിയ താരമായ ബബിത ബബി മത്സരിക്കുമെന്ന് യൂട്യൂബേഴ്സിൻ്റെ പ്രവചനം. റെയിൽവേ ജീവനക്കാരിയാണ് ബബിത.